ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വെൻ്റെ 1.6 ആണ്. അപ്പോൾ അതിൻ്റെ ടൈമിങ്ങിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. കാര്യം ഇതൊരു ടൈമിങ് എവിടെ സെറ്റ് ചെയ്താണ്. അപ്പോൾ ക്യാം ഷാഫ്റ്റിൻ്റെ ഒരു ഫോൾട്ട് കാണിക്കുന്നുണ്ട്. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഒരു ഫോൾട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. കണ്ടോ, ഇത് ക്രാങ്ക് ഷാഫ്റ്റ് സെൻസർ അവർ കട്ട് ചെയ്തിട്ട് വയറൊക്കെ ജോയിൻറ്റ് ചെയ്ത് എല്ലാം വെച്ചേക്കുവാണ്. ഇപ്പോൾ ഒരു ഫുള്ള് എൻജിൻ പണിഞ്ഞതാണെന്ന് പറഞ്ഞത് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. പിന്നെ അതിനൊക്കെ അതിൻ്റെ ബാക്കിലെ സീല് ലീക്കാണ്. ബാക്ക് ഓയിൽ സീൽ ലീക്കായിരുന്നു. അപ്പം നമ്മൾ ഇപ്പം പുതിയ സീല് മേടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ മേടിച്ചെന്ന് പറഞ്ഞാൽ വീക്കാന്ന് പറയുന്നൊരു കമ്പനിയാണ്. പക്ഷേ ഏതെങ്കിലും ജർമ്മൻ മാക്യാനൈഡ് തന്നെയായിരിക്കും നല്ലത്. ഇപ്പോൾ ഇതാണ് ഇപ്പോൾ മേടിച്ചേക്കുന്നത്. അപ്പം ചില സെൻസർ നമ്മൾ ലോക്കൽ സെൻസർ വരുമ്പോഴത്തേക്ക് ലോക്കൽ ഈ സീല് വരുന്ന സമയത്ത് ഇതിനകത്ത് ഇവിടെ ഹൈറ്റ് വ്യത്യാസം വരാറുണ്ട്. അപ്പം നമ്മൾ കണ്ട ഈ ഹൈറ്റിനകത്ത് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഈ സെൻസ് ചെയ്യുന്ന ഭാഗത്ത് സെൻസർ പൊങ്ങി നിന്നിട്ട് കംപ്ലൈൻറ്റ് വരാറുണ്ട്. അപ്പം നമ്മൾ ഈ ഹൈറ്റ് കറക്റ്റാണോ എന്ന് ഏതെങ്കിലും ഇത് മേടിക്കുമ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇതും പഴയതുമായിട്ട് കറക്റ്റായിട്ടാണോ വരുന്നതെന്ന്. അപ്പോൾ ഇത് രണ്ടും കറക്റ്റാണ്. ഇത് VK എന്ന് പറയുന്നൊരു കമ്പനിയാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളതിൻ്റെ ക്രാങ്കിൻ്റെ സെൻസർ പുതിയ സെൻസർ മേടിച്ചിട്ടുണ്ട്. കാര്യം ഈ സെൻസറിൻ്റെ കണ്ട ഈ ലൈനെല്ലാം കട്ട് ചെയ്ത് അവർ ജോയിൻറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇത് ഫുള്ള് വയറെല്ലാം കട്ട് ചെയ്ത് ജോയിൻറ്റ് ചെയ്തേക്കും. അപ്പോൾ ഇതിൻ്റെ അതേപോലെ ടൈമിങ്ങും എല്ലാം വ്യത്യാസം വരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ കണ്ട ഇപ്പോൾ ഈ സോക്കറ്റ് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു സോക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിന് ഈ സോക്കറ്റെല്ലാം കണക്ട് ചെയ്ത് ചെയ്യണം. അതേപോലെ തന്നെ ഈ റീഡർ ഉണ്ടല്ലോ, ഈ റീഡർ ഇതിൻ്റെ ഒറിജിനൽ റീഡറാണ്. അപ്പോൾ നമ്മൾ ഈ സീലിൻ്റെ ഒരു റീഡർ വരും. ഈ റീഡർ യാതൊരു കാരണവശാലും ഇടരുത്. ഇതിൻ്റെ ഒറിജിനൽ റീഡർ തന്നെ ഇതിൽ സെറ്റ് ചെയ്യാവും. കാര്യം ഈ റീഡർ മാറ്റിയിട്ടിട്ടും കുറേ പേർക്ക് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഈ സീല് മാറിയിട്ട് ഇതേപോലെ വണ്ടി സ്റ്റാർട്ടാവാതെ വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇത് ഇടുമ്പോൾ നമ്മൾ നോക്കിക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ ഹൈറ്റിലുള്ള അളവ് കറക്റ്റായിരിക്കണം. കാര്യം ചിലതിന് ഹൈറ്റ് കൂടുതലാണെങ്കിൽ സെൻസർ ബാക്കിലോട്ട് ചെയ്യും. ഇവിടെ സെൻസർ റീഡ് ചെയ്യത്തില്ല. അപ്പോഴത്തേക്ക് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സെൻസറിൻ്റെ ഫോൾട്ട് കാണിക്കും. അപ്പോൾ നമ്മൾ ഇതും സെൻസറും വീക്കാണ്. സെൻസർ ഈ സീലിനകത്താണ് വരുന്നത് കൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത്. ഇതേ പൊസിഷനിൽ തന്നെ നിൽക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് സാധാരണ ഏതെങ്കിലും ലോക്കലാണെങ്കിൽ നമ്മൾ ഈ ബാക്കിലോട്ട് നിൽക്കുന്ന സമയത്ത് ഇത് സെൻസ് ചെയ്യാതെ വരും. അങ്ങനെ വണ്ടി ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ച് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കും. വണ്ടി സ്റ്റാർട്ടാവും, ലോങ് സെൽഫ് ആയിരിക്കും. ഇതിൻ്റെയും കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ലോങ് സെൽഫാണ്. ഇത് പിന്നെ ക്യാമിൻ്റെ ടൈമിങ് എല്ലാം വ്യത്യാസം വരുന്നു. ക്യാമിൻ്റെ ടൈമിങ്, ബാക്ക് റീഡർ ടൈമിങ് എല്ലാം ഫുള്ള് വ്യത്യാസം വരുന്നു. ഇത് ഫുള്ള് ഇപ്പം അവരേതോ ലെയ്ത്തിൽ എൻജിൻ സെറ്റ് ചെയ്തെന്നാണ് പറഞ്ഞത്. പക്ഷേ ഫുള്ള് സെറ്റിങ് വ്യത്യാസം വരുന്നു. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ചെയ്യുന്നുണ്ട്.